ഇന്ന് യേശുവിനെക്കുറിച്ചുള്ള ആദ്യ ന്യൂസ് പുറത്തു വരികയാണ്. ഫ്ലാഷ് ന്യൂസാണ്. യേശുവിനെക്കുറിച്ചുള്ള ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്: അവന് വട്ടാണ്. പറഞ്ഞതാരാണെന്നറിയോ? വെളിയിലുള്ളവരല്ല, നാട്ടുകാരല്ല, സ്വന്തക്കാരാണ്. സ്വന്തക്കാർ എല്ലാവരുടെ അടുത്തും പറഞ്ഞു ഇവന് വട്ടാണ്. പറയാൻ കാര്യം എന്താണ്? അവൻ സിനഗോഗിൽ പഠിപ്പിച്ചു, അത്ഭുതങ്ങൾ ചെയ്തു. അതിനുശേഷം കടൽ തീരത്തേക്ക് വന്ന് അവിടെ കുറേ അത്ഭുതങ്ങൾ ചെയ്ത് അവൻ്റെ മുമ്പിൽ ആളുകൾ തടിച്ചുകൂടി. അതിനുശേഷം അവൻ 12 ശിഷ്യന്മാരെ വിളിച്ച് അടുത്ത സ്ഥലത്തേക്ക് പോയി അവിടെ ഭക്ഷണം കഴിക്കാതെ മിനിസ്റ്റർ ചെയ്തുകൊണ്ടിരുന്നു. ആ മിനിസ്റ്റർ ചെയ്തുകൊണ്ടിരുന്ന കണ്ടിട്ടാണ് അവർ പറഞ്ഞത് ഇവരെ വട്ടാണ്. ഇങ്ങനെ പറഞ്ഞവരെ എങ്ങനെയാണ് സ്വന്തക്കാരെന്ന് പറയാൻ പറ്റുന്നത്? സത്യത്തിൽ ഇവരാരുടെ സ്വന്തമാണ്? രക്തബന്ധത്തിൽ പിറന്നതുകൊണ്ടാണോ അവരൊക്കെ സ്വന്തക്കാരായത്? അങ്ങനെ ആകരുത്. സ്വന്തക്കാരെന്ന് വെച്ചാൽ ഹൃദയം കൊണ്ട് മനസ്സിലാക്കുന്നവരായിരിക്കണം, ഹൃദയത്തിൻ്റെ ഉള്ളറിവ് അറിഞ്ഞവരായിരിക്കണം. അങ്ങനെയുള്ളവരാണ് സ്വന്തക്കാരാകേണ്ടത്. എന്നാൽ ഇവിടെ യേശുവിൻ്റെ കാര്യത്തിൽ നേരെ തിരിഞ്ഞു. മാർക്കോസ് സുവിശേഷകൻ സ്വന്തക്കാരെന്ന് എഴുതിയിട്ട് അവനെക്കുറിച്ച് പറഞ്ഞത് മോശം വാക്കാണ്. അവനെ മനസ്സിലാക്കാത്ത ചില സ്റ്റേറ്റ്മെൻറ്റ്സാണ്. ഇങ്ങനെ മനസ്സിലാക്കാത്ത ചില സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിടത്ത് എന്തുകൊണ്ട് മാർക്കോസ് സുവിശേഷകൻ ബോധപൂർവ്വം എഴുതി ചേർത്തു അവൻ്റെ സ്വന്തക്കാരെന്ന് പറഞ്ഞാണ്? അതൊരു പോസിബിലിറ്റിയാണ്. കാര്യം ഈ സുവിശേഷൻ ഭാഗം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പാണ് യേശു 12 പേരെയും വിളിക്കുന്നത്. അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഏറ്റവും അവസാനം അവനെ ഒറ്റിക്കൊടുത്തിരുന്ന യൂദാസ് കറിയോത്ത അകന്ന ബന്ധമാണല്ലോ, അത്ര അടുത്ത രക്തബന്ധമൊന്നുമല്ല. എന്നാൽ ഗ്രാജ്വലി കാലത്തിൻ്റെ തികവിലാണ് യൂദാസ് കറിയോത്ത യേശുവിനെ ഒറ്റിക്കൊടുക്കാൻ തീരുമാനിക്കുന്നത്. എന്നാൽ സ്വന്തക്കാരവനെ ആദ്യമേ ഒറ്റിക്കൊടുക്കാൻ തീരുമാനിച്ചു. അവർ യേശുവിന് മിനിസ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ അവനെ ഒറ്റിക്കൊടുത്തിട്ടാണ് അവർ നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സുവിശേഷം തുടങ്ങുന്നിടത്ത് സ്വന്തക്കാരവനെ ഒറ്റിക്കൊടുത്തു, സുവിശേഷം അവസാനിക്കുന്നിടത്ത് യൂദാസ് കറിയോത്തെ അവനെ ഒറ്റിക്കൊടുത്തു. എത്ര വേദനയോടെയാണ് ക്രിസ്തുവിൻ്റെ മിനിസ്റ്ററി തുടങ്ങിയതും യേശുവിൻ്റെ മിനിസ്റ്ററി അവസാനിച്ചതും. ഇതാണ് ഓരോ മനുഷ്യൻ്റെ സാധ്യത. നമ്മളുടെ ജീവിതത്തിൽ സ്വന്തമെന്ന് പറയുന്നവരും നമ്മളെ തള്ളിപ്പറയും, പുറമേ നിന്ന് വന്നവരും നമ്മളെ തള്ളിപ്പറയും. ഏതൊരു സാഹചര്യത്തിനിടയിലും ക്രിസ്തു ഇവരെല്ലാവരും ചേർത്ത് പിടിച്ചു എന്നുള്ളതാണ് ഏറ്റവും മനോഹരമായൊരു കാഴ്ച. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ കർമ്മബന്ധവും ദത്തബന്ധവും ഒക്കെ നമുക്കെതിരായി വരാം. നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മുടെ കൂടെ നിന്നില്ലെന്ന് വരാം. എന്തിനാ വിഷമിക്കുന്നത്? നമുക്കെതിരെ തിരിയുന്നവരുടെ അടുത്ത് നമ്മളും തിരിഞ്ഞാൽ കാര്യങ്ങൾ അങ്ങനെ ശരിയാകും. ചെയ്യേണ്ട കാര്യങ്ങൾ എതിരാകുന്നവരുടെ അടുത്തൊക്കെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ചേർത്ത് പിടിക്കുന്ന ക്രിസ്തുവാണ് നമ്മുടെ ഹീറോ. അങ്ങനെ എല്ലാവർക്കും പറ്റില്ലല്ലോ. തള്ളിപ്പറയുന്നവനെ തള്ളിപ്പറയുകയും കുറ്റം പറയുന്നവനെ കുറ്റം പറയുന്ന ഒരു നാട്ടിൽ ഒരാൾ മാത്രം അവനെ വട്ടെന്നും അവന് ഭ്രാന്താണെന്നൊക്കെ പറയുമ്പോൾ അവനെയും ചേർത്ത് പിടിച്ച് അയാൾ മിനിസ്റ്റർ ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും മിനിസ്റ്റർ ചെയ്യേണ്ടത് നമ്മളെ തള്ളിപ്പറയുന്നവരെയും നമ്മളെ ഒറ്റിക്കൊടുക്കുന്നവരുടെയും മുമ്പിലാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.